ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ നടന്ന സംഭവമാണിത്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധി കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. ഇനി ഇതുപോലൊരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. എല്ലാ പോലീസുകാർക്കും ഇതൊരു പാഠമായിരിക്കും. ജൂണിലാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ജയരാജും മകൻ ബെനിക്സും മരിച്ചത്. കോവിഡ് ലോക്ക്ഡൌണിൽ കടയടച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. രാജ്യത്ത് തന്നെ ഏറെ ചർച്ചയായ തമിഴ്നാട്ടിൽ 6 വർഷം മുൻപ് വലിയ നിലയിൽ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇപ്പോൾ അത്യപൂർവമായ ശിക്ഷാവിധി മധുരയിലെ ജില്ലാ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 2020 ജൂണിൽ കോവിഡ് ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങൾ മറികടന്ന് രാത്രി 7:45 കട തുറന്നു എന്നാരോപിച്ചാണ് മൊബൈൽ ഫോൺ കട നടത്തുകയായിരുന്ന ജയരാജനെയും ബെനിക്സിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. പിന്നീട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 3-ാം ദിവസമാണ് ഈ അച്ഛനും മകനും പിന്നാലെ ജീവൻ നഷ്ടമായത്. ഈ കേസിലാണ് ആകെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 9 പ്രതികൾ, അതിൽ ഒരാൾ ഇടയ്ക്ക് മരിച്ചു. 9 പ്രതികൾക്കും ഇപ്പോൾ തൂക്കുകയറാണ് മധുര കോടതി വിധിച്ചിരിക്കുന്നത്. ഇത് അത്യപൂർവമായ ഒരു കേസാണ്. ഈ കേസിൽ സമൂഹത്തിന്റെ മനസാക്ഷി എങ്ങനെയാണ് നടുങ്ങിയത് എന്നുള്ളത് രാജ്യം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഗൗരവത്തോടെ തന്നെ ഈ കേസിനെ സമീപിക്കണമെന്നാണ് ഇപ്പോൾ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആരാണ് കൂടുതൽ ഉപദ്രവിച്ചത്, ആരാണ് കുറഞ്ഞ് ഉപദ്രവിച്ചത് എന്നൊരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്ന് കോടതി പറയുന്നു. ഇൻസ്പെക്ടർ, ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ ശ്രീധരന് വിവിധ വകുപ്പുകളിൽ 2 വധശിക്ഷയും അതോടൊപ്പം തന്നെ 7 വർഷം തടവും 84,10,000 രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. ഒപ്പം 2 സബ് ഇൻസ്പെക്ടർമാർ, 2 ഹെഡ് കോൺസ്റ്റബിൾമാർ, 4 കോൺസ്റ്റബിൾമാർ എന്നിവർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഇത്തരം കസ്റ്റഡി കൊലകൾ ആവർത്തിക്കാതിരിക്കാനുള്ള താക്കീതായി ഈ ശിക്ഷാവിധി മാറണമെന്നാണ് മധുര കോടതി അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും സമൂഹത്തിൽ